അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻഹാജുത് ത്വാലിബീൻ, കിതാബുൽ ഫറാഇദ്, ദർസ് 28. റവുൽ അർഹാം, സമഗ്ര പഠനം, പാർട്ട് 4. സഹോദരിമാരുടെ സന്താനങ്ങൾക്ക് അനന്തരസ്വത്ത് ലഭിക്കുന്നത് എപ്പോൾ? മിൻഹാജുത് ത്വാലിബീൻ 338 പേജിൽ കാണാം. വ ഔലാദുൽ അഖവാത്തി, സഹോദരിമാരുടെ സന്താനങ്ങളും സഹോദരിമാരുടെ സന്താനങ്ങൾ റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് എന്ന ആശയമാണ് ഇതിൽ നിന്ന് പ്രധാനമായും നാം ഉൾക്കൊള്ളേണ്ടത്. അൽ വാരിസൂന എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട മകൻ, മകൻ്റെ മകൻ, ഉപ്പ, ഉപ്പയുടെ ഉപ്പ, മാതാപിതാക്കളൊത്ത സഹോദരൻ, ഉപ്പയൊത്ത സഹോദരൻ, ഉമ്മയൊത്ത സഹോദരൻ, മാതാപിതാക്കളൊത്ത സഹോദരൻ്റെ മകൻ, ഉപ്പയൊത്ത സഹോദരൻ്റെ മകൻ, മാതാപിതാക്കളൊത്ത പിതൃവ്യൻ, ഉപ്പയൊത്ത പിതൃവ്യൻ, മാതാപിതാക്കളൊത്ത പിതൃവ്യൻ്റെ മകൻ, ഉപ്പയൊത്ത പിതൃവ്യൻ്റെ മകൻ, ഭർത്താവ്, അടിമയെ മോചിപ്പിച്ചവൻ എന്നിവരും അൽ വാരിസാത്തു എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട മകൾ, മകൻ്റെ മകൾ, ഉമ്മ, ഉമ്മയുടെ ഉമ്മ, ഉപ്പയുടെ ഉമ്മ, മാതാപിതാക്കളൊത്ത സഹോദരി, ഉപ്പയൊത്ത സഹോദരി, ഉമ്മയൊത്ത സഹോദരി, ഭാര്യ, അടിമയെ മോചിപ്പിച്ചവൾ എന്നിവരും ഇല്ലാതിരിക്കുകയും മരിച്ച വ്യക്തിയുടെ സഹോദരിമാരുടെ സന്താനങ്ങൾ മാത്രം ഉണ്ടാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് അനന്തരസ്വത്ത് ലഭിക്കും. ഇനി ഇതിനെക്കുറിച്ചും അനേകം വിശദമായി പഠിക്കാനുണ്ട്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ ആരെയെല്ലാം തടയും, ഇതിനെക്കുറിച്ചും മറ്റൊരു സമഗ്ര പഠനം നടത്താനുണ്ട്. അത് പിന്നീട് സൗകര്യപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വ ഔലാദുൽ അഖവാത്തി എന്ന ഇബാറത്ത് നാം നന്നായി ശ്രദ്ധിക്കണം. ഈ ഇബാറത്തിൽ ഔലാദു എന്ന മുളാഫ് ജം ആണ്. അൽ അഖവാത്തി
എന്ന മുളാഫുൻ ഇലൈഹിയും ആണ്. ഇതിന് അനേകം രൂപങ്ങളുണ്ടാകും. നിങ്ങൾ നന്നായി ചിന്തിക്കണം. ചിലർ വേണ്ടതുപോലെ ചിന്തിക്കുന്നില്ല. ഔലാദുൽ അഖവാത്തി എന്ന വിഭാഗം ഏതെല്ലാം അവസ്ഥകളിൽ വരും എന്നതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കാനുണ്ട്. അത് നേരത്തെ ചിന്തിച്ച് മനസ്സിലാക്കണം. അത് ഭാവിയിൽ ഉപകരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ചില ആളുകൾക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് ഇഷ്ടമെങ്കിലും അവരുടെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് നമ്മളങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയാൽ നന്നായി മനസ്സിലാക്കണം, ആഴത്തിൽ പഠിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് പലതും പഠിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് നന്നായി ചിന്തിച്ച് ഇതിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. അത് നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം ഭാവിയിൽ ഉപകരിക്കും. ഈ വിഭാഗം പല രൂപത്തിലും വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചിലത് പറയാം. വലതുൽ ഉഖ്തി, സഹോദരിയുടെ സന്താനം. ഇബ്നുൽ ഉഖ്തി, സഹോദരിയുടെ മകൻ. ബിൻതുൽ ഉഖ്തി, സഹോദരിയുടെ മകൾ. വലദാ ഉഖ്തിൻ, സഹോദരിയുടെ രണ്ട് സന്താനങ്ങൾ. ഇബ്നാ ഉഖ്തിൻ, സഹോദരിയുടെ രണ്ടു ആൺമക്കൾ. ബിൻതാ ഉഖ്തിൻ, സഹോദരിയുടെ രണ്ടു പെൺമക്കൾ. ഔലാദുൽ ഉഖ്തി, സഹോദരിയുടെ സന്താനങ്ങൾ. ബനുൽ ഉഖ്തി, സഹോദരിയുടെ ആൺമക്കൾ. ബനാത്തുൽ ഉഖ്തി, സഹോദരിയുടെ പെൺമക്കൾ. വലദാ ഉഖ്തൈനി, രണ്ടു സഹോദരിമാരുടെ രണ്ടു സന്താനങ്ങൾ. ഓരോ സഹോദരിക്കും ഓരോ സന്താനം. ഇബ്നാ ഉഖ്തൈനി, രണ്ടു സഹോദരിമാരുടെ രണ്ടു ആൺമക്കൾ. ഓരോ സഹോദരിക്കും ഓരോ മകൻ. ബിൻതാ ഉഖ്തൈനി, രണ്ടു സഹോദരിമാരുടെ രണ്ടു പെൺമക്കൾ. ഓരോ സഹോദരിക്കും ഓരോ മകൾ. ഔലാദുൽ ഉഖ്തൈനി, രണ്ടു സഹോദരിമാരുടെ സന്താനങ്ങൾ. ബനുൽ ഉഖ്തൈനി, രണ്ടു സഹോദരിമാരുടെ ആൺമക്കൾ. ബനാത്തുൽ ഉഖ്തൈനി, രണ്ടു സഹോദരിമാരുടെ പെൺമക്കൾ. ഔലാദുൽ അഖവാത്തി, സഹോദരിമാരുടെ സന്താനങ്ങൾ. ബനുൽ അഖവാത്തി, സഹോദരിമാരുടെ ആൺമക്കൾ. ബനാത്തുൽ അഖവാത്തി, സഹോദരിമാരുടെ പെൺമക്കൾ. ചിലർ ചിന്തിക്കുന്നുണ്ടാകും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. കൂടുതൽ നന്നായി ചിന്തിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടുകയുള്ളൂ. പല രൂപത്തിലും വരാൻ സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ പറഞ്ഞാലും പോരാ, ഇത് ഓരോന്നും ഉദാഹരണങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കി നമ്മളങ്ങനെ ചെയ്തു നോക്കണം, കണക്ക് ചെയ്തു നോക്കണം. അങ്ങനെ എത്രയോ മണിക്കൂറുകൾ അധ്വാനിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണിത്. അധികം ആളുകളും അതിനൊന്നും തയ്യാറാവാതെ അർത്ഥം വെച്ച് പോവുകയും ഏതാനും ചില കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുകയും ചെയ്യുന്നു. കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർ തയ്യാറാകുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഈ വിഷയത്തിൽ
കൂടുതൽ പാണ്ഡിത്യം നേടാൻ സാധിക്കില്ല. നിങ്ങൾ നന്നായി അധ്വാനിച്ച് പഠിക്കുക തന്നെ വേണം. ക്ലാസ് മുഴുവൻ ശ്രദ്ധിച്ച് ആവർത്തിച്ച് കേൾക്കണം. പലർക്കും കിതാബ് തിരിയാതെ പോയതിൻ്റെ കാരണം എന്താണ്? പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ബുദ്ധി കുറവാണ്. മറ്റൊരു കാരണം കൂടുതൽ സമയം ചെലവഴിച്ച് നന്നായി ചിന്തിച്ച് നന്നായി താരതമ്യം ചെയ്ത് പഠിക്കാത്തതാണ്. നിങ്ങൾ നന്നായി ചിന്തിച്ച് പഠിക്കണം, നന്നായി താരതമ്യം ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ ഈ വിഷയങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ ചോദ്യോത്തര രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കാം. ഇത് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. മുത്തഅല്ലിംകൾക്ക് ഉസ്താദുമാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനും ഉസ്താദുമാർക്ക് മുത്തഅല്ലിംകളോട് നല്ല ചോദ്യങ്ങൾ ചോദിക്കാനും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉൾപ്പെടുത്താനൊക്കെ ഇത് ഉപകരിക്കും. ഈ ചോദ്യങ്ങൾ അറബിയിലാക്കിയാൽ മതി. ഉപയോഗപ്പെടുത്തുന്നവർക്ക്, നന്നായി ചിന്തിക്കുന്നവർക്ക് ഇതുകൊണ്ട് പല ഉപകാരങ്ങളുണ്ടാകും. നന്നായി ചിന്തിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ചോദ്യം 1. സഹോദരന്മാരുടെ സന്താനങ്ങളിൽ അൽ വാരിസൂന എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആരെല്ലാം? ഉത്തരം: മാതാപിതാക്കളൊത്ത സഹോദരന്മാരുടെ ആൺമക്കൾ, ഉപ്പയൊത്ത സഹോദരന്മാരുടെ ആൺമക്കൾ എന്നിവരാണ് സഹോദരന്മാരുടെ സന്താനങ്ങളിൽ അൽ വാരിസൂന എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ. ചോദ്യം 2. സഹോദരന്മാരുടെ സന്താനങ്ങളിൽ റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആരെല്ലാം? ഉത്തരം: സഹോദരന്മാരുടെ പെൺമക്കളാണ് സഹോദരന്മാരുടെ സന്താനങ്ങളിൽ റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ. ചോദ്യം 3. സഹോദരന്മാരുടെ ആൺമക്കളിൽ അൽ വാരിസൂന എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആരെല്ലാം? മാതാപിതാക്കളൊത്ത സഹോദരന്മാരുടെ ആൺമക്കൾ, ഉപ്പയൊത്ത സഹോദരന്മാരുടെ ആൺമക്കൾ എന്നിവരാണ് സഹോദരന്മാരുടെ ആൺമക്കളിൽ അൽ വാരിസൂന എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ. ഈ മൂന്നാമത്തതും ഒന്നാമത്തതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. വലിയ സാമ്യമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് പറഞ്ഞു? എങ്ങനെ ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം പറയാനുള്ള കഴിവുണ്ടാകാൻ വേണ്ടി എന്നതാണ് ഒരു മറുപടി. ചോദ്യം 4. സഹോദരന്മാരുടെ ആൺമക്കളിൽ റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആരെല്ലാം? ഉമ്മയൊത്ത സഹോദരന്മാരുടെ ആൺമക്കളാണ് സഹോദരന്മാരുടെ ആൺമക്കളിൽ റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ. ഇനി നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, മിൻഹാജു ത്വാലിബീനിൽ റവുൽ അർഹാം ആരെല്ലാം എന്ന്
എഴുതിയപ്പോൾ വ ഔലാദുൽ അഖവാത്തി എന്നതിന് ശേഷം വ ബനുൽ ഇഖ്വത്തി ലിൽ ഉമ്മി എന്ന് എഴുതിയിട്ടുണ്ട്. മിൻഹാജു ത്വാലിബീൻ 338 പേജിൽ നിങ്ങൾ നോക്കണം. മിൻഹാജു ത്വാലിബീൻ്റെ ഷറഹുകളായ തുഹ്ഫത്തുൽ മുഹ്താജ്, നിഹായത്തുൽ മുഹ്താജ്, മുഗ്നിൽ മുഹ്താജ്, കൻസുർ റാഗബീൻ തുടങ്ങിയവ ഇത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഷറഹുകളിൽ നോക്കിയാൽ വബനുൽ ഇഖ്വത്തി ലിൽ ഉമ്മി എന്നതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് കാണാം. ചില ഷറഹുകളിൽ വളരെ കുറച്ചേ വിശദീകരിച്ചിട്ടുള്ളൂ, ചില ഷറഹുകളിൽ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ബനുൽ ഇഖ്വത്തി ലിൽ ഉമ്മി, ഉമ്മയൊത്ത സഹോദരന്മാരുടെ ആൺമക്കൾ റവുൽ അർഹാമിൽ ഉൾപ്പെട്ടവരാണ് എന്ന് മിൻഹാജു ത്വാലിബീൻ്റെ ഇബാറത്തിൽ നിന്നും ആ ഇബാറത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷറഹുകളിൽ എഴുതിയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന കിതാബ് ഓതിക്കൊടുക്കുന്നവരും ഓതുന്നവരും ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ആ കിതാബിൽ റവുൽ അർഹാമി എന്ന ഹെഡിങ്ങിന് താഴെ 11 വിഭാഗം എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആ 11 വിഭാഗവും നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. അതിൽ ഇബ്നുൽ അഖി ലിൽ ഉമ്മി എന്ന് ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പരിശോധിച്ച കോപ്പിയിൽ അത് കണ്ടിട്ടില്ല. വബനുൽ ഇഖ്വത്തി ലിൽ ഉമ്മി, ഉമ്മയൊത്ത സഹോദരന്മാരുടെ ആൺമക്കൾ, ഇവർ റവുൽ അർഹാമിൽ പെട്ടവരാണ് എന്ന് മിൻഹാജു ത്വാലിബീനിൽ നിന്നും മറ്റു ഫിഖ്ഹിന്റെ പല കിതാബുകളിൽ നിന്നും മിൻഹാജു ത്വാലിബീന്റെ ഷറഹുകളിലെ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതനുസരിച്ച് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന കിതാബിന്റെ ശൈലി അനുസരിച്ച് ഇബ്നുൽ അഖി ലിൽ ഉമ്മി എന്ന് എഴുതേണ്ടതാണല്ലോ. ഞാൻ പരിശോധിച്ച കോപ്പിയിൽ അത് കണ്ടിട്ടില്ല. അപ്പോൾ ഉസ്താദുമാരോടും മുത്തഅല്ലിമുകളോടും ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, റവുൽ അർഹാമി ഇത് വിശദീകരിച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇബ്നുൽ അഖി ലിൽ ഉമ്മി, ഉമ്മയൊത്ത സഹോദരന്റെ മകൻ, ഉമ്മയൊത്ത സഹോദരന്റെ മകൻ റവുൽ അർഹാമിൽ ഉൾപ്പെട്ടയാളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഔലാദുൽ അഖവാത്തി എന്ന ഇബാറത്താണല്ലോ നമ്മൾ വിശദീകരിക്കുന്നത്. ഇനി അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, എല്ലാ സഹോദരിമാരുടെ സന്താനങ്ങളും ഉൾപ്പെടുമോ എന്നതാണ്. ഉൾപ്പെടും. ഇത് വേഗം മനസ്സിലാകാൻ വേണ്ടി ഞാൻ എല്ലാം വേറെ വേറെ പറയാം, എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. ഔലാദുൽ അഖവാത്തി ലി അബവൈനി, മാതാപിതാക്കളൊത്ത സഹോദരിമാരുടെ സന്താനങ്ങൾ. ഔലാദുൽ അഖവാത്തി ലി അബിൻ, ഉപ്പയൊത്ത സഹോദരിമാരുടെ സന്താനങ്ങൾ. ഔലാദുൽ അഖവാത്തി ലി ഉമ്മിൻ, ഉമ്മയൊത്ത സഹോദരിമാരുടെ സന്താനങ്ങൾ എന്നിവർ റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. ഇബാറത്ത് കൃത്യമായി അറബിയിലും മലയാളത്തിലും
പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാനിങ്ങനെ ലഫ്ള് കുറച്ച് കൂടിയാലും ഇങ്ങനെ പറയാനുള്ള കാരണം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇനി നിഹായത്തുൽ മുഹ്താജിൽ വ ഔലാദുൽ അഖവാത്തി എന്നതിൻ്റെ ഷറഹിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് വായിക്കാം. മുത്തുലഖൻ എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഈ മുത്തുലഖൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? മുത്തുലഖൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ലി അബവൈനി ഔ ലി അബിൻ ഔ ലി ഉമ്മിൻ എന്നാണ്. മുഗ്നിൽ മുഹ്താജില് വ ഔലാദുൽ അഖവാത്തി എന്നതിൻ്റെ ഷറഹിൽ എന്താണുള്ളത്? കദാലിക എന്ന് മാത്രമാണുള്ളത്. കദാലിക അപ്രകാരം എന്ന് മാത്രം എഴുതിയാൽ മനസ്സിലാകുമോ? മനസ്സിലാകും. കാരണം അതിൻ്റെ മുൻപ് വ ഔലാദുൽ അഖവാത്തി എന്നതിൻ്റെ മുൻപുള്ള മത്തിന് വ ബനാത്തുൽ ഇഖ്വത്തി എന്നാണല്ലോ. വ ബനാത്തുൽ ഇഖ്വത്തി എന്നതിൻ്റെ ഷറഹിൽ മുഗ്നിൽ മുഹ്താജിൽ ലി അബവൈനി ഔ ലി അബിൻ ഔ ലി ഉമ്മിൻ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വ ഔലാദുൽ അഖവാത്തി എന്നതിൻ്റെ ഷറഹിൽ കദാലിക എന്ന് മാത്രം എഴുതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വ ഔലാദുൽ അഖവാത്തി ലി അബവൈനി ഔ ലി അബിൻ ഔ ലി ഉമ്മിൻ, മാതാപിതാക്കളൊത്ത സഹോദരിമാരുടെ സന്താനങ്ങൾ, അല്ലെങ്കിൽ ഉപ്പയൊത്ത സഹോദരിമാരുടെ സന്താനങ്ങൾ, അല്ലെങ്കിൽ ഉമ്മയൊത്ത സഹോദരിമാരുടെ സന്താനങ്ങൾ, ഇവർ ദവുൽ അർഹാമിൽ ഉൾപ്പെട്ടവരാണ്. മുഗ്നിൽ മുഹ്താജ് 3-ാം വാള്യം 11-ാം പേജിൽ നിങ്ങൾ നോക്കണം. നിഹായത്തുൽ മുഹ്താജ് 6-ാം വാള്യം 13-ാം പേജിന്റെ അവസാനവും 14-ാം പേജിന്റെ തുടക്കവും നിങ്ങൾ നോക്കണം. ഇനി സഹോദരിമാരുടെ സന്താനങ്ങൾക്ക് അനന്തര സ്വത്ത് നൽകേണ്ട സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കാൻ നിഹായത്തുൽ മുഹ്താജ് 6-ാം വാള്യം 13-ാം പേജിൽ നിന്ന് ഒരു ഇബാറത്ത് വായിക്കാം. ഫയുജ്അലു വലദുൽ ബിൻതി വൽ ഉഖ്തി ക ഉമ്മിഹിമ. ഫയുജ്അലു വലദുൽ ബിൻതി, അപ്പോൾ മകളുടെ സന്താനം ആക്കപ്പെടണം. വൽ ഉഖ്തി, സഹോദരിയുടെ സന്താനവും ആക്കപ്പെടണം. ക ഉമ്മിഹിമ, അവരുടെ ഉമ്മയെപ്പോലെ. ആശയം, മകളുടെ സന്താനം മകളെപ്പോലെയും സഹോദരിയുടെ സന്താനം സഹോദരിയെപ്പോലെയും ആക്കപ്പെടണം എന്നാണ്. ഇന്നത്തെ ഇബാറത്ത് വിശദീകരിക്കുമ്പോൾ വ ഔലാദുൽ അഖവാത്തി എന്ന ഇബാറത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം പരിഗണിച്ചുകൊണ്ട് നിഹായത്തുൽ മുഹ്താജിലെ ഈ ഇബാറത്തിനനുസരിച്ച് ഞാനൊരു വിശദീകരണം പറയാം. വയുജ്അലു ഔലാദുൽ അഖവാത്തി കൽ അഖവാത്തി, സഹോദരിമാരുടെ സന്താനങ്ങൾ
സഹോദരിമാരെ പോലെ ആക്കപ്പെടണം. ഇനി ഇത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി നന്നായി വിശദീകരിച്ചു തരാം. മാതാപിതാക്കളൊത്ത ഒരു സഹോദരി അല്ലെങ്കിൽ ഉപ്പയൊത്ത ഒരു സഹോദരി ആകുമ്പോൾ എത്രയാണ് നിശ്ചിത വിഹിതം? നിസ്ഫ്, പകുതി, 1/2. അതുപോലെ മാതാപിതാക്കളൊത്ത സഹോദരിയുടെ മകൾക്ക് 1/2, അല്ലെങ്കിൽ ഉപ്പയൊത്ത സഹോദരിയുടെ മകൾക്ക് 1/2. മാതാപിതാക്കളൊത്ത സഹോദരിയുടെ മകനും മകളും ഉണ്ടെങ്കിൽ ഇവർ മാത്രമാണെങ്കിൽ മാതാപിതാക്കളൊത്ത സഹോദരിയുടെ മകന് 2 ഓഹരിയും മകൾക്ക് 1 ഓഹരിയും, ആകെ 3 ഓഹരി. അതുപോലെ തന്നെ ഉപ്പയൊത്ത സഹോദരിയുടെ മകനും മകളും കൂടിയാണെങ്കിൽ, ഇവർ മാത്രമാണെങ്കിൽ ആകെ 3 ഓഹരി വെക്കുക. 2 ഓഹരി ഉപ്പയൊത്ത സഹോദരിയുടെ മകനും 1 ഓഹരി ഉപ്പയൊത്ത സഹോദരിയുടെ മകൾക്കും. മാതാപിതാക്കളൊത്ത 2 2-ൽ കൂടുതലോ സഹോദരിമാരാകുമ്പോൾ അവർക്ക് 3-ൽ 2 ആണല്ലോ. അതുപോലെ മാതാപിതാക്കളൊത്ത 2 2-ൽ കൂടുതലോ സഹോദരിമാരുടെ പെൺമക്കൾക്കും 3-ൽ 2 ആണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലോ, മാതാപിതാക്കളൊത്ത സഹോദരിയുടെ 2 2-ൽ കൂടുതലോ പെൺമക്കൾക്ക് 3-ൽ 2 ആണ്. ഉപ്പയൊത്ത 2 2-ൽ കൂടുതലോ സഹോദരിമാർക്ക് 3-ൽ 2 ആണല്ലോ. ഉപ്പയൊത്ത സഹോദരിയുടെ 2 2-ൽ കൂടുതലോ പെൺമക്കൾക്കോ 3-ൽ 2 ആണ്. ഉമ്മയൊത്ത 2 2-ൽ കൂടുതലോ സഹോദരിമാർക്ക് 3-ൽ 1 ആണല്ലോ. ഉമ്മയൊത്ത സഹോദരിയുടെ 2 2-ൽ കൂടുതലോ പെൺമക്കൾക്ക് 3-ൽ 1 ആണ്. ഉമ്മയൊത്ത സഹോദരിമാരുടെ പെൺമക്കൾക്ക്, അല്ലെങ്കിൽ ഉമ്മയൊത്ത സഹോദരിയുടെ പെൺമക്കൾക്ക് 3-ൽ 1 ആണ്. ഉപ്പയൊത്ത സഹോദരിക്ക് 6-ൽ 1 ലഭിക്കുന്ന സന്ദർഭമുണ്ട്. അതുപോലെ ഉപ്പയൊത്ത സഹോദരിയുടെ മകൾക്ക് 6-ൽ 1 ലഭിക്കുന്ന സന്ദർഭമുണ്ട്.
ഉപ്പയൊത്ത സഹോദരിമാർക്ക് 6 ലഭിക്കുന്ന സന്ദർഭമുണ്ട്. ഉപ്പയൊത്ത സഹോദരിയുടെ പെൺമക്കൾക്ക് അല്ലെങ്കിൽ ഉപ്പയൊത്ത സഹോദരിമാരുടെ പെൺമക്കൾക്ക് 1/6 ലഭിക്കുന്ന സന്ദർഭമുണ്ട്. ഉമ്മയൊത്ത സഹോദരിക്ക് 1/6 ലഭിക്കുന്ന സന്ദർഭമുണ്ട്. അതുപോലെ ഉമ്മയൊത്ത സഹോദരിയുടെ മകൾക്ക് 1/6 ലഭിക്കുന്ന സന്ദർഭമുണ്ട്. ഇവ ഓരോന്നും ഉദാഹരണങ്ങൾ പറഞ്ഞ് വിശദീകരിക്കേണ്ടവയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിക്കുമ്പോൾ കുറേ സമയം വേണം. നിങ്ങൾ ഈ ക്ലാസ് ആവർത്തിച്ച് കേട്ട് മണിക്കൂറുകൾ ചെലവഴിച്ച് ഓരോന്നിനും ഉദാഹരണങ്ങൾ ഉണ്ടാക്കി കണക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ഉപകരിക്കും. ഇത് കണക്ക് ചെയ്ത് നോക്കാൻ മടിച്ചു നിന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ നന്നായി അധ്വാനിച്ച് പഠിക്കുക. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.